ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. ഒരു വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഡയഗ്നോസ് ചെയ്തു. സ്വാഭാവികമായിട്ട് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ പടി. ഒരിക്കലും അസുഖം നമുക്ക് അല്ലാതെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ പോകരുത്. ഹൈപ്പർ ടെൻഷന് ഓരോ ഘട്ടങ്ങളുണ്ട്. ഇതിൽ ഏത് ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നനുസരിച്ച് മാത്രമേ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് പ്രൈം. അതിൻ്റെ കൂടെ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നല്ല രീതിക്ക് ക്രമീകരണങ്ങൾ വരുത്താം. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നത് തന്നെ ഒരു വലിയ കാരണമാണ്. നമ്മളെ ഇത് ബാക്ക് ടു നോർമൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഉപ്പെന്ന് പറയുമ്പം പലപ്പോഴും പലരും പറയാറുണ്ട് ഞങ്ങൾ വീട്ടിൽ ഉപ്പിൻ്റെ അളവ് കുറവാണ്. പക്ഷേ അറിയാതെ നമ്മൾ കഴിക്കുന്ന, പുറമേ നിന്ന് കഴിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ പോലും ഈ ജങ്ക് ആയിട്ട് നമ്മൾ പറയുന്ന ജങ്ക് കാറ്റഗറിയിൽ വരുന്നത്, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നതിലും അധികമായിരിക്കും ഉപ്പിൻ്റെ അളവ് ഉണ്ടാവുക. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് അടുത്തൊരു പ്രൈമായിട്ടുള്ള കാര്യമാണ്. കുറേ ഏറെ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ, എണ്ണയിലിട്ട് കരിച്ചു പുകച്ച ആ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടല്ലോ, ആ ഫുഡെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് BP കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇത് കൂടാതെ പിന്നെ വേണ്ടത് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ബ്രിസ്ക് എക്സസൈസിങ് ആണ്. BP ഉള്ള ഒരാൾ നാളെ ഞാൻ BP കുറയ്ക്കാൻ പോവുകയാണ്, സോ എനിക്ക് എക്സസൈസ് ചെയ്യണമെന്നും പറഞ്ഞ് കയറി കുറേ ഏറെ എക്സസൈസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പതുക്കെ ഒന്ന് ഒരു പതുക്കെ ആയിട്ട് തന്നെ നമ്മൾ എക്സസൈസസിലേക്ക് എൻറ്റർ ചെയ്യുക. ബ്രിസ്ക് വാക്കിംഗ്, അതായത് 15 തൊട്ട് 30 മിനിറ്റ് വരെയുള്ള കൈവീശിയുള്ള സാവകാശമുള്ള നടപ്പ് തുടങ്ങി പതുക്കെ അതിൻ്റെ സ്പീഡ് കൂട്ടുകയും സമയം കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ വ്യായാമവും മരുന്നും അക്കൂടെ തന്നെ ഭക്ഷണത്തിലെ മാറ്റവും നമ്മൾ പ്രോപ്പറായിട്ട് വരുത്തുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ക്രോണിക് ഡിസീസ് നമ്മൾ നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.